Civil Engineering with Josy എന്ന ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇപ്പോൾ നമ്മൾ ഫ്രിക്ഷന്റെ പ്രോബ്ലംസ് ആണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. 11 പ്രോബ്ലംസ് നമ്മൾ ചെയ്തല്ലേ. ഇനി നമുക്ക് വ്യത്യസ്തമായ മറ്റൊരു പ്രോബ്ലത്തിലേക്ക് പോകാം. Question വായിക്കാം. Two blocks of weight 150 Newton and 100 Newton are connected by a string as shown in the figure. Find the magnitude of the least force P at which the motion of the blocks will impede. Take the coefficient of friction for all the surfaces as 0.2. അപ്പോൾ നോക്കിക്കേ, ഇവിടെ 2 ബ്ലോക്ക് ഉണ്ട്. ഒരു ബ്ലോക്കിൻ്റെ വെയിറ്റ് 100 ന്യൂട്ടനാണ്, അടുത്ത ബ്ലോക്കിൻ്റെ വെയിറ്റ് 150 ന്യൂട്ടനാണ്. അതുപോലെ തന്നെ ഈ 2 ബ്ലോക്കിനെയും ഒരു സ്ട്രിങ് യൂസ് ചെയ്തിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ ഈ സർഫസിൻ്റെയും കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ 0.2 ആണെന്ന് തന്നിട്ടുണ്ട്. പിന്നെ നോക്കിയേ, 100 ന്യൂട്ടൺ ബ്ലോക്കിനെ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നുണ്ട് അല്ലേ. ഈ ഒരു എൻഡിൽ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നുണ്ട്. അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് പി ആണെന്നാണ് തന്നിരിക്കുന്നത്. നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് ഈ പി എന്ന് പറയുന്ന ഫോഴ്സാണ്. ഈ പി എന്ന് പറയുന്ന ഫോഴ്സിൻ്റെ മിനിമം ആയിട്ടുള്ള മാഗ്നിറ്റ്യൂഡാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. അതായത് ആ മിനിമം മാഗ്നിറ്റ്യൂഡിൽ ഈ ഫോഴ്സ് നമ്മുടെ ഈ ബ്ലോക്കിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ഈ ബ്ലോക്സ് ജസ്റ്റ് മൂവ് ചെയ്യാനായിട്ട് തുടങ്ങും. നമുക്ക് ഈ പിയുടെ മിനിമം വാല്യൂ ആണ് കണ്ടുപിടിക്കാനായിട്ടുള്ളത്. അപ്പോൾ ഫ്രിക്ഷൻ്റെ പ്രോബ്ലം ചെയ്യണമെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്? 2 ബ്ലോക്കിൻ്റെ ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കണം, എന്നിട്ട് ഇക്വിലിബ്രിയം കണ്ടീഷൻസ് അപ്ലൈ ചെയ്യണം അല്ലേ. അപ്പോൾ നമുക്ക് ഓരോ ബ്ലോക്കായിട്ട് എടുക്കാം. ഫസ്റ്റ് നമുക്ക് നമ്മുടെ ഈ 150 ന്യൂട്ടൺ ബ്ലോക്കിനെ നമുക്ക് കൺസിഡർ ചെയ്യാം. അപ്പോൾ ഈ 150 ന്യൂട്ടൺ ബ്ലോക്കിൻ്റെ പ്രീ ബോഡി ഡയഗ്രാം നമുക്ക് വരയ്ക്കാം. അതിന് വേണ്ടിയിട്ട് ആ ബ്ലോക്കിനെ ഇങ്ങോട്ട് വരച്ചിട്ടുണ്ട്. അതൊരു ഇൻക്ലൈൻഡ് പ്ലെയിനിലാണ് ഇരിക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് ഫസ്റ്റായിട്ട് ഇതിലേക്ക് ഒരു റെഫറൻസ് ലൈൻ കൂടെ വരച്ചേക്കാം. ആ ഇൻക്ലൈൻഡ് പ്ലെയിൻ്റെ പാരലായിട്ടും പെർപെൻഡിക്കുലറായിട്ടും ഒരു റെഫറൻസ് ലൈനും കൂടെ വരച്ചു. അപ്പോൾ നമ്മുടെ ഈ ബ്ലോക്കിലേക്ക് ഫസ്റ്റ് എന്താണ് മാർക്ക് ചെയ്യേണ്ടത്? ഫ്രീ ബോഡി ഡയഗ്രത്തിൽ നമ്മൾ ബ്ലോക്കിൻ്റെ വെയിറ്റ് ആണ് മാർക്ക് ചെയ്യേണ്ടത് അല്ലേ. അപ്പോൾ വെയിറ്റ് എങ്ങനെയായിരിക്കും ആക്ട് ചെയ്യുന്നത്? വെയിറ്റ് എപ്പോഴും വേർട്ടിക്കലി ഡൗൺവേർഡ് ആയിട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്. ആ വെയിറ്റ് നമുക്കിവിടെ മാർക്ക് ചെയ്യാം, 150 ന്യൂട്ടൺ. ഇനി അടുത്തത് ഫ്രീ ബോഡി ഡയഗ്രത്തിൽ റിയാക്ഷൻ മാർക്ക് ചെയ്യണം. റിയാക്ഷൻ എപ്പോഴും സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ആ റിയാക്ഷൻ നമുക്ക് ഇങ്ങോട്ട് മാർക്ക് ചെയ്യാം. സർഫസിന് പെർപെൻഡിക്കുലറായിട്ട് റിയാക്ഷനെ വരയ്ക്കുന്നു. എന്നിട്ട് ആ റിയാക്ഷനെ ഞാൻ RN1 എന്ന് മാർക്ക് ചെയ്യുകയാണ്. ഇനിയും അടുത്തതായിട്ട് എന്താണ് മാർക്ക് ചെയ്യേണ്ടത്? എക്സ്റ്റേണൽ ഫോഴ്സ് ആണ് മാർക്ക് ചെയ്യേണ്ടത്. നമ്മുടെ ബ്ലോക്കിൽ എന്തെങ്കിലും എക്സ്റ്റേണൽ ഫോഴ്സ് ഉണ്ടല്ലേ. നോക്കിക്കേ, ഈ ഒരു ബ്ലോക്കിനെ ഒരു സ്ട്രിങ് യൂസ് ചെയ്തിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ സ്ട്രിങ് യൂസ് ചെയ്തിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു ഫോഴ്സ് ഉണ്ടാകും. ആ ഫോഴ്സിൻ്റെ ലൈൻ ഓഫ് ആക്ഷൻ ഇങ്ങോട്ട് വരയ്ക്കുകയാണ്. ആ ഫോഴ്സ് എന്ത് ഫോഴ്സ് ആയിരിക്കും? അത് ടെൻസൈൽ ഫോഴ്സ് ആയിരിക്കും അല്ലേ. പിന്നെ ടെൻസൈൽ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കും? ബോഡിയിൽ നിന്നും പുറത്തേക്കായിരിക്കും. അപ്പോൾ അതിൻ്റെ ഡയറക്ഷൻ ഇങ്ങോട്ട് മാർക്ക് ചെയ്തു. എന്നിട്ട് അതിനെ T എന്ന് നെയിം ചെയ്തു. ഇനി നമുക്ക് അടുത്തതായിട്ട് മാർക്ക് ചെയ്യേണ്ടത് എന്താണ്? ഫ്രിക്ഷണൽ ഫോഴ്സ് മാർക്ക് ചെയ്യണം. ഫ്രിക്ഷണൽ ഫോഴ്സ് കോണ്ടാക്ട് സർഫസിലായിരിക്കും വരുന്നത്. പിന്നെ ഫ്രിക്ഷണൽ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ എങ്ങനെയായിരിക്കും? ബ്ലോക്കിൻ്റെ അല്ലെങ്കിൽ ബോഡിയുടെ മൂവ്മെൻറ്റിന് ഓപ്പോസിറ്റ് ആയിട്ടായിരിക്കും ഫ്രിക്ഷണൽ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ. ഇവിടെ നോക്കിക്കേ, നമ്മുടെ ഈ ബ്ലോക്ക് എങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നത്? മൂവ് ചെയ്യാൻ ചാൻസ് ഉള്ളത് നോക്കിക്കേ, ഈ ഒരു ബ്ലോക്കിനെ ഇങ്ങോട്ടാണ് പുൾ ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ ഒരു പുള്ളി യൂസ് ചെയ്തിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബ്ലോക്കിൻ്റെ മൂവ്മെൻറ്റ് ഇങ്ങോട്ടായിരിക്കും, ഈ ഒരു ഡയറക്ഷനിലായിരിക്കും നമ്മുടെ ബ്ലോക്കിൻ്റെ മൂവ്മെൻറ്റ്. അപ്പോൾ ഫ്രിക്ഷണൽ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ ഈ ഒരു ഡയറക്ഷന് ഓപ്പോസിറ്റ് ആയിട്ടായിരിക്കും. അപ്പോൾ നമുക്ക് ഫ്രിക്ഷണൽ ഫോഴ്സും കൂടെ ഇങ്ങോട്ട് മാർക്ക് ചെയ്യാം. ഫ്രിക്ഷണൽ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ ഇങ്ങനെയായിരിക്കും അല്ലേ. ഇനി ഫ്രിക്ഷണൽ ഫോഴ്സിൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു? മ്യൂ ഇൻറ്റു റിയാക്ഷൻ എന്നാണ് അല്ലേ. അപ്പോൾ നമ്മുടെ മ്യൂവിൻ്റെ വാല്യൂ എത്രയാണെന്ന് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്? 0.2 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഫ്രിക്ഷണൽ ഫോഴ്സിൻ്റെ ഇക്വേഷൻ എങ്ങനെ എഴുതാം? 0.2 ഇൻറ്റു RN1 അല്ലേ. RN1 ആണ് നമ്മുടെ റിയാക്ഷൻ. അപ്പോൾ അത്രയും എഴുതി. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇനി നമുക്ക് ഇക്വിലിബ്രിയം കണ്ടീഷൻസ് അപ്ലൈ ചെയ്യണം. നമ്മുടെ ഈ ബ്ലോക്ക് ഇരിക്കുന്നത് ഒരു ഇൻക്ലൈൻഡ് പ്ലെയിനിലാണ് അല്ലേ. അപ്പോൾ ആ ഒരു ഇൻക്ലൈൻഡ് പ്ലെയിനിന് പാരലായിട്ടുള്ള ഫോഴ്സിനെയും ആ ഒരു ഇൻക്ലൈൻഡ് പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഫോഴ്സിനെയും വേണം നമ്മൾ റിസോൾവ് ചെയ്യാനായിട്ട്. നമ്മുടെ ഈ ഒരു ഇൻക്ലൈൻഡ് പ്ലെയിൻ ഹൊറിസോണ്ടലുമായിട്ട് ക്രിയേറ്റ് ചെയ്യുന്നത് 60 ഡിഗ്രിയാണ് അല്ലേ. അപ്പോൾ ഇൻക്ലൈൻഡ് പ്ലെയിൻ ഇവിടെ നമുക്ക് 60 ഡിഗ്രി ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ. ഫസ്റ്റ് നമുക്ക് പിന്നെ പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഫോഴ്സിനെ നമുക്ക് റിസോൾവ് ചെയ്യാം. ഇവിടെ നോക്കിക്കേ, നമ്മുടെ ഈ 150 ന്യൂട്ടൺ നമ്മുടെ പ്ലെയിനിന് ഇൻക്ലൈൻഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ 150 ന്യൂട്ടനെ അതിൻ്റെ ഹൊറിസോണ്ടൽ കമ്പോണൻ്റ് ആയിട്ടും അതേപോലെ തന്നെ അതിൻ്റെ വേർട്ടിക്കൽ കമ്പോണൻ്റ് ആയിട്ടും നമുക്ക് റിസോൾവ് ചെയ്യണം. അപ്പോൾ റിസോൾവ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? ഒന്നുകിൽ ഈ ഒരു ആംഗിൾ വേണം, അല്ലെങ്കിൽ ഈ ഒരു ആംഗിൾ വേണം. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ, ഇവിടുത്തെ ആംഗിൾ എത്രയാണ്? 60 ഡിഗ്രിയാണ്. ഈ 60 ഡിഗ്രി തന്നെയായിരിക്കും ഇവിടെ വരുന്നത്. നമ്മുടെ ഈ 150 ന്യൂട്ടൺ ഈ വേർട്ടിക്കലുമായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ഈ ആംഗിളും
സെയിം ആയിരിക്കും അല്ലേ? അതെങ്ങനെയാണ് വരുന്നത്? ഒരുപാട് തവണ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്, എങ്കിലും ഒന്നുകൂടെ ഒന്ന് പറയുകയാണ്. ഈ ഇതേ ബ്ലോക്കിനെ തന്നെ ഇങ്ങോട്ട് വരച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ ഇൻക്ലൈൻഡ് പ്ലെയിനാണ്, 60 ഡിഗ്രി ക്രിയേറ്റ് ചെയ്യുന്നു. അപ്പോൾ നോക്കിയാൽ നമ്മുടെ ബ്ലോക്കിൻ്റെ വെയിറ്റ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇനി നമ്മൾ ഈ ബ്ലോക്കിൻ്റെ വെയിറ്റിൻ്റെ ലൈൻ ഓഫ് ആക്ഷനെ താഴോട്ടൊന്ന് എക്സ്റ്റെൻഡ് ചെയ്യുകയാണ്. അപ്പോൾ നോക്കിയേ, ഇവിടെ നമുക്കൊരു 90 ഡിഗ്രി കിട്ടും അല്ലേ? അപ്പോൾ ഇത് ഈ ഒരു ട്രയാങ്കിൾ എന്ന് പറയുന്നത് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. ഇതിൻ്റെ ഒരു ആംഗിൾ 90 ഡിഗ്രിയാണ്, ഒരു ആംഗിൾ 60 ഡിഗ്രിയാണ്. അപ്പോൾ ഈ ഒരു ആംഗിൾ എത്ര ആയിരിക്കും? ആ ആംഗിൾ 30 ഡിഗ്രി ആയിരിക്കും അല്ലേ? അപ്പോൾ ഈ ആംഗിൾ 30 ഡിഗ്രി ആണെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റുള്ള ഈ ഒരു ആംഗിൾ എത്ര ആയിരിക്കും? ആ ആംഗിൾ എത്ര ആയിരിക്കും? 30 ഡിഗ്രി തന്നെ ആയിരിക്കും. ഇനി നോക്കിക്കേ, നമുക്ക് ഇവിടെ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ കാണാൻ പറ്റുന്നതല്ലേ? ഈ ഒരു ട്രയാങ്കിൾ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളാണ്. അപ്പോൾ ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൽ ഈ ആംഗിൾ എത്രയാണ്? 90 ഡിഗ്രിയാണ്. ഈ ആംഗിൾ നമുക്ക് കണ്ടുപിടിച്ചല്ലേ? 30 ഡിഗ്രിയാണെന്ന് നമുക്കറിയാം. അപ്പോൾ ഈ ആംഗിൾ എത്ര ആയിരിക്കും? ഈ ആംഗിൾ 60 ഡിഗ്രി ആയിരിക്കും. ഈ ആംഗിൾ 60 ഡിഗ്രി ആണെങ്കിൽ ഇതിൻ്റെ ഓപ്പോസിറ്റുള്ള ഈ ആംഗിൾ എത്ര ആയിരിക്കും? ആംഗിൾ 60 ഡിഗ്രി ആയിരിക്കും. ഓപ്പോസിറ്റ് ആംഗിൾസ് സെയിം ആയിരിക്കും. ഓക്കെ, അങ്ങനെയാണ് ഇവിടെ ഈ ആംഗിൾ 60 ഡിഗ്രി എന്ന് വന്നത്. ഇനി നമുക്കിതിനെ റിസോൾവ് ചെയ്യാം അല്ലേ? എങ്ങനെ റിസോൾവ് ചെയ്യാം? 150 ന്യൂട്ടൺ ഈ ആക്സിസുമായിട്ടാണ് ആംഗിൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ആ കമ്പോണൻറ്റ് എന്ന് പറയുന്നത് കൊസൈൻ കമ്പോണൻ്റ് ആയിരിക്കും. അപ്പോൾ എങ്ങനെ എഴുതാം? 150 ഇൻറ്റു cos 60 എന്ന് എഴുതാം. ഇനി നോക്കിക്കേ, ഈ കമ്പോണൻറ്റ് എന്തായിരിക്കും? സൈൻ കമ്പോണൻ്റ് ആണ്. ഈ കമ്പോണൻറ്റ് നമുക്ക് 150 ഇൻറ്റു സൈൻ 60 എന്ന് എഴുതാം. ഇനിയും ഈ കമ്പോണൻസിൻ്റെ ഡയറക്ഷൻ എങ്ങനെയായിരിക്കും? 150 ന്യൂട്ടൻ്റെ ഡയറക്ഷൻ അകത്തോട്ടാണ് അല്ലേ? അപ്പോൾ രണ്ട് കമ്പോണൻസിൻ്റെ ഡയറക്ഷനും അകത്തോട്ട് തന്നെയായിരിക്കും. ഇനി നമുക്ക് ഈ ഒരു സ്റ്റെപ്പ് ചെയ്യാം. അതായത് നമ്മുടെ ഈ പ്ലെയിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഫോഴ്സിനെ നമുക്ക് റിസോൾവ് ചെയ്യാം. സൈൻ കൺവെൻഷൻ എങ്ങനെയായിരുന്നു? ഫോഴ്സ് അപ്വേർഡ് ആണെങ്കിൽ പോസിറ്റീവ്, ഫോഴ്സ് ഡൗൺവേർഡ് ആണെന്നുണ്ടെങ്കിൽ നെഗറ്റീവും ആയിരിക്കും. ഇനി ഇവിടെ ഏതൊക്കെയാണ് പെർപെൻഡിക്കുലർ ഫോഴ്സസ്? Rn1 ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ ഈ 150 cos 60 ഉണ്ട് അല്ലേ? അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? Rn1 എന്ന് പറയുന്നത് അപ്വേർഡ് ഫോഴ്സ് ആണ്. അപ്പോൾ പ്ലസ് Rn1, പിന്നെ നോക്കിയേ ഈ 150 cos 60 ഡൗൺവേർഡ് ആണ് അല്ലേ? ഇതിൻ്റെ ഡയറക്ഷൻ ഡൗൺവേർഡ് ആണ്. അപ്പോൾ അത് മൈനസ് 150 cos 60 എന്ന് വരും, ഇസ് ഈക്വൽ ടു 0. ഇതിൽ നമുക്ക് Rn1 എഴുതാമല്ലോ. എങ്ങനെ എഴുതാം? Rn1 ഇസ് ഈക്വൽ ടു 150 cos 60 എന്ന് എഴുതാം, ഇസ് ഈക്വൽ ടു 75 ന്യൂട്ടൺ എന്ന് കിട്ടും. അപ്പം Rn1ൻ്റെ വാല്യൂ നമുക്ക് 75 ന്യൂട്ടൺ എന്ന് കിട്ടി. ഇപ്പം നമ്മൾ എന്താണ് ചെയ്തത്? ഈ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഫോഴ്സിനെ റിസോൾവ് ചെയ്തു. ഇനി നമുക്ക് ഈ പ്ലെയിന് പാരലായിട്ടുള്ള ഫോഴ്സസിനെ റിസോൾവ് ചെയ്യാം. സൈൻ കൺവെൻഷൻ എങ്ങനെയായിരുന്നു? ഫോഴ്സ് റൈറ്റിലേക്കാണെങ്കിൽ പോസിറ്റീവും ഫോഴ്സ് ലെഫ്റ്റിലേക്കാണെങ്കിൽ നെഗറ്റീവും. ഏതൊക്കെ ഫോഴ്സസ് ആണ് നമ്മുടെ പ്ലെയിന് പാരലായിട്ടുള്ളത്? നോക്കിക്കേ, ഇവിടെ ഒരു ടെൻസൈൽ ഫോഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ 150യുടെ സൈൻ കമ്പോണൻറ്റും ഉണ്ട്, പിന്നെ ഇവിടുത്തെ ഒരു ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ട് അല്ലേ? നോക്കിയേ, നമ്മുടെ ഈ ഫ്രിക്ഷണൽ ഫോഴ്സ് റൈറ്റിലേക്കാണ്. അതുകൊണ്ട് നമുക്ക് പ്ലസ് 0.2 ഇൻറ്റു Rn1 എന്ന് എഴുതാം അല്ലേ? ഇനി നോക്കിക്കേ, ഇനി അടുത്ത ഫോഴ്സ് ഇതാണ്. ഇത് റൈറ്റിലേക്കാണ്, അതായത് പ്ലസ് 150 സൈൻ 60. ഇനി അടുത്ത ഫോഴ്സ് ഏതാണ്? ഈ കാണുന്ന ടി ആണല്ലേ? അത് മൈനസ് ആണ് അല്ലേ? ലെഫ്റ്റിലേക്കാണ്. അപ്പോൾ മൈനസ് ടി ഇസ് ഈക്വൽ ടു 0. അതായത് നമുക്ക് ഇവിടെ നിന്ന് ടി എ എങ്ങനെ എഴുതാൻ പറ്റും? ടി ഇസ് ഈക്വൽ ടു, ഈ ടി എ ഈക്വൽ ടു സൈൻ അപ്പുറത്തേക്ക് കൊണ്ടുപോവുക. അപ്പോൾ ബാക്കിയുള്ളത് എങ്ങനെയാണ്? 0.2 ഇൻറ്റു Rn1 പ്ലസ് 150 ഇൻറ്റു സൈൻ 60 എന്ന് എഴുതാം അല്ലേ? ഈ Rn1ന് പകരം നമുക്ക് 75 ന്യൂട്ടൺ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം അല്ലേ? Rn1 നമ്മളിവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനെ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ടിയുടെ വാല്യൂ കിട്ടുന്നത് 144.9 ന്യൂട്ടൺ എന്ന് കിട്ടും. അപ്പോൾ ഇവിടുത്തെ ടെൻസൈൽ ഫോഴ്സിൻ്റെ വാല്യൂ നമുക്ക് കിട്ടി. ഇനി നമുക്ക് അടുത്ത ബ്ലോക്ക് കൺസിഡർ ചെയ്യാം. 100 ന്യൂട്ടൻ്റെ ബ്ലോക്ക് കൺസിഡർ ചെയ്യാം. അതിൻ്റെ ഫ്രീ ബോഡി ഡയഗ്രം നമുക്ക് വരയ്ക്കാം. ഫസ്റ്റ് എന്താണ് മാർക്ക് ചെയ്യേണ്ടത്? ഫ്രീ ബോഡി ഡയഗ്രത്തിൽ നമ്മുടെ ഇതിൻ്റെ വെയിറ്റ് ആണ് അല്ലേ? വെയിറ്റ് വേർട്ടിക്കലി ഡൗൺവേർഡ് ആണ്. അതിൻ്റെ വെയിറ്റ് എത്ര ആണെന്ന് ക്വസ്റ്റിൽ തന്നിട്ടുണ്ട്? 100 ന്യൂട്ടൺ ആണ് തന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ അത് നമ്മൾ മാർക്ക് ചെയ്തു. ഇനി അടുത്തതായിട്ട് റിയാക്ഷൻ മാർക്ക് ചെയ്യണം. ഇതിൻ്റെ കോണ്ടാക്ട് സർഫസ് ഇവിടെ ആണല്ലേ? അപ്പോൾ ഇവിടെ ഒരു റിയാക്ഷൻ വരും. റിയാക്ഷൻ സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും. ആ റിയാക്ഷനെ ഇങ്ങോട്ട് മാർക്ക് ചെയ്യുന്നു. ആ റിയാക്ഷൻ നമുക്ക് Rn2 എന്ന് നെയിം ചെയ്യാം. ഇനി അടുത്തതായിട്ട് എന്താണ്? ഈ ബോഡിയിൽ എന്തെങ്കിലും എക്സ്റ്റേണൽ ഫോഴ്സ് ഉണ്ടോ നോക്കാം. ഇവിടെ എക്സ്റ്റേണൽ ഫോഴ്സ് ഉണ്ടോ നോക്കിക്കുക. ഇവിടെ ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് ഉണ്ടല്ലേ? പി എന്ന് പറയുന്ന ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് ഉണ്ട്. അത് തീറ്റ ഡിഗ്രിയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അതൊരു ഇൻക്ലൈൻഡ് ആയിട്ടുള്ള ഫോഴ്സാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ആ പി എന്ന് പറയുന്ന ഫോഴ്സിനെ നമുക്ക് ഇങ്ങോട്ട് വരയ്ക്കാം.
ഇതാ പി എന്ന് പറയുന്ന ഫോഴ്സ് വരച്ചു. ഇനി നോക്കി അത് എത്ര ആംഗിളാണ് ക്രിയേറ്റ് ചെയ്യുന്ന ഹൊറിസോണ്ടലുമായിട്ട്? തീറ്റ ഡിഗ്രിയാണ് അല്ലേ. നമുക്ക് എന്തായാലും ഈ ഇൻക്ലൈൻഡ് ഫോഴ്സ് നമുക്ക് റിസോൾവ് ചെയ്യണം. അപ്പോൾ നമുക്കിതിനെ ആദ്യമേ റിസോൾവ് ചെയ്യാം. എങ്ങനെയാണ് റിസോൾവ് ചെയ്യുന്നത്? പി എന്ന് പറയുന്ന ഈ ഫോഴ്സ് ഈ ഒരു ആക്സിസുമായിട്ടാണ് ആംഗിൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ആ കമ്പോണൻറ്റ് എന്ന് പറയുന്നത് പി കോസ് തീറ്റ ആയിരിക്കും അല്ലേ. ഇതിൻ്റെ വേർട്ടിക്കൽ കമ്പോണൻറ്റ് എത്ര ആയിരിക്കും? ഇത് പി കോസ് തീറ്റ ആണെങ്കിൽ അത് പി സൈൻ തീറ്റ ആയിരിക്കും. ഇനി ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കും? രണ്ടിൻ്റെയും ഡയറക്ഷൻ ഔട്ട്വേർഡ് ആയിരിക്കും അല്ലേ. പിയുടെ ഡയറക്ഷൻ പുറത്തോട്ടായതുകൊണ്ട് രണ്ടിൻ്റെയും ഡയറക്ഷൻ പുറത്തോട്ട് തന്നെ ആയിരിക്കും. ഇനിയും ഇവിടെ വേറെ എന്തെങ്കിലും എക്സ്റ്റേണൽ ഫോഴ്സ് ഉണ്ടോ? ഉണ്ടല്ലേ. ഇവിടെ ഒരു സ്ട്രിങ്ങുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പം അവിടെ ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് ഉണ്ടാകും. ആ ഫോഴ്സ് എന്ത് ഫോഴ്സ് ആയിരിക്കും? അത് ടെൻസൈൽ ഫോഴ്സ് ആയിരിക്കും. ടെൻസൈൽ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ എങ്ങനെയാണ്? ബോഡിയിൽ നിന്നും പുറത്തേക്കായിരിക്കും അല്ലേ. ഇങ്ങനെയായിരിക്കും. അതിനെ നമുക്ക് ടി എന്ന് മാർക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ എക്സ്റ്റേണൽ ഫോഴ്സ് നമ്മൾ മാർക്ക് ചെയ്തു. ഇനി അടുത്തായിട്ട് മാറിക്കാനുള്ള എന്താണ്? ഫ്രിക്ഷണൽ ഫോഴ്സ് ആണ് മാറിക്കാനുള്ളത്. ഈ ബോഡിയുടെ മൂവ്മെൻറ്റ് എങ്ങോട്ടായിരിക്കും? ഈ ഫോഴ്സ് ഇങ്ങോട്ട് പുള്ളി ചെയ്യുകയാണ് അല്ലേ. അപ്പോൾ ഈ ബോഡിയുടെ മൂവ്മെൻറ്റ് ലെഫ്റ്റിലേക്കായിരിക്കും. അപ്പോൾ ഫ്രിക്ഷണൽ ഫോഴ്സിൻ്റെ മൂവ്മെൻറ്റ് അതിന് ഓപ്പോസിറ്റ് ആയിട്ടായിരിക്കും, അതായത് റൈറ്റിലേക്കായിരിക്കും. അപ്പോൾ നമ്മുടെ ഫ്രിക്ഷണൽ ഫോഴ്സും കൂടി ഇങ്ങോട്ട് മാർക്ക് ചെയ്തു. ഫ്രിക്ഷണൽ ഫോഴ്സിൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു? മ്യൂ ഇൻറ്റു ആർ എൻ ആണ് അല്ലേ. മ്യൂ എത്ര ആണെന്ന് തന്നിട്ടുണ്ട്? 0.2 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിങ്ങനെ എഴുതാം 0.2 ഇൻറ്റു ആർ എൻ. ആർ എന്ന് പറയുന്നത് ഇവിടുത്തെ റിയാക്ഷൻ എത്രയാണ്? RN2. അപ്പോൾ നമ്മുടെ ഫ്രീ ബോഡി ഡയഗ്രത്തിൽ നമ്മൾ എല്ലാ ഫോഴ്സിനെയും നമ്മൾ മാർക്ക് ചെയ്തല്ലേ. ഇനി നമ്മൾ അടുത്തായിട്ട് എന്ത് ചെയ്യണം? ഇക്വിലിബ്രിയം കണ്ടീഷൻസ് അപ്ലൈ ചെയ്യണം. എന്തൊക്കെയാണ് ഇക്വിലിബ്രിയം കണ്ടീഷൻ? സിഗ്മ H = 0, സിഗ്മ V = 0 അല്ലേ. ഫസ്റ്റ് നമുക്ക് സിഗ്മ V = 0 എന്നുള്ള ഇക്വിലിബ്രിയം കണ്ടീഷൻ അപ്ലൈ ചെയ്യാം. സൈൻ കൺവെൻഷൻ നമുക്കറിയാം. ഫോഴ്സ് അപ്വേർഡ് ആണെങ്കിൽ പോസിറ്റീവ്, ഫോഴ്സ് ഡൗൺവേർഡ് ആണെങ്കിൽ നെഗറ്റീവ്. ഇവിടെ ഏതൊക്കെ ഫോഴ്സസ് ആണ്? വേർട്ടിക്കൽ ഫോഴ്സസ് നോക്കിക്കേ, 100 ന്യൂട്ടൺ ഉണ്ട്. പിന്നെ നോക്കിയേ ഇവിടെ റിയാക്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ പി സൈൻ തീറ്റ ഉണ്ട് അല്ലേ. പി സൈൻ തീറ്റ അപ്വേർഡ് ഫോഴ്സ് ആണ്. അതുകൊണ്ട് നമുക്ക് പ്ലസ് പി സൈൻ തീറ്റ എന്ന് എഴുതാം. എന്ന് നോക്കി 100 ന്യൂട്ടൺ വേർട്ടിക്കൽ ഫോഴ്സ് ആണ്, അത് ഡൗൺവേർഡ് ആണ്. അതുകൊണ്ട് -100. ഇനിയും RN2 ഉണ്ടല്ലേ, അത് അപ്വേർഡ് ആണ്. അപ്പോൾ പ്ലസ് RN2 = 0 എന്ന് കിട്ടും. ഇനി ഈ ഇക്വേഷനിൽ നമുക്ക് RN2 എങ്ങനെ എഴുതാം? RN2 = 100 - പി സൈൻ തീറ്റ എന്ന് എഴുതാം അല്ലേ. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് അടുത്ത ഇക്വിലിബ്രിയം കണ്ടീഷൻ അപ്ലൈ ചെയ്യാം. അടുത്ത ഇക്വിലിബ്രിയം കണ്ടീഷൻ ഏതാണ്? സിഗ്മ H = 0. ഹൊറിസോണ്ടൽ ഫോഴ്സിൻ്റെ സമ്മ് 0 ആണ്. ഫോഴ്സ് റൈറ്റിലേക്കാണെങ്കിൽ പോസിറ്റീവ്, ഫോഴ്സ് ലെഫ്റ്റിലേക്കാണെങ്കിൽ നെഗറ്റീവ്. ഇവിടെ ഏതൊക്കെയാണ് ഹൊറിസോണ്ടൽ ഫോഴ്സസ്? ഒരു ടെൻസൈൽ ഫോഴ്സ് ഉണ്ട്, പിന്നെ ഇവിടെ ഒരു ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ട്, പിന്നെ പി കോസ് തീറ്റ ഉണ്ട് അല്ലേ. ടെൻസൈൽ ഫോഴ്സും ഈ ഒരു ഫ്രിക്ഷണൽ ഫോഴ്സും റൈറ്റിലേക്കാണ്. അപ്പോൾ അത് രണ്ടും പ്ലസ് ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? T + 0.2 ഇൻറ്റു RN2 പിന്നെ -P cos θ = 0 എന്ന് കിട്ടും. നമുക്ക് ഈ RN2 പകരം നമുക്ക് ഈ ഒരു ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം അല്ലേ. RN2 നമ്മൾ ഇക്വേഷൻ ഇവിടെ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എങ്ങനെ എഴുതാം? T + 0.2 ഇൻറ്റു RN2 പകരം 100 - P സൈൻ തീറ്റ എഴുതാം അല്ലേ. പിന്നെ അടുത്തത് -P cos θ = 0. ഇനി നമുക്ക് 0.2നെ ഇതിൻ്റെ ബ്രാക്കറ്റിനുള്ളിലേക്ക് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് ഈ ടിക്ക് പകരം നമുക്ക് 144.9 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം അല്ലേ. ഈ ടിക്ക് പകരം നമുക്ക് 144.9 നമുക്കിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇനി നമുക്ക് ഈ 0.2നെ ഈ ബ്രാക്കറ്റിനുള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ എങ്ങനെ കിട്ടും? 144.9 + 0.2 × 100 എന്ന് പറയുന്നത് 20 ആയിരിക്കും. 20 - 0.2 ഇൻറ്റു പി സൈൻ തീറ്റ - പി കോസ് തീറ്റ = 0 എന്ന് കിട്ടും. ഇനി ഈ രണ്ട് മൈനസ് ടേമിനെ നമുക്ക് ഈക്വൽ ടു സൈൻ അപ്പുറത്തേക്ക് കൊണ്ടുപോകാം. ഈ രണ്ട് കോൺസ്റ്റൻറ്റ് ടേമും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 164.9 = 0.2 ഇൻറ്റു പി സൈൻ തീറ്റ പി കോസ് തീറ്റ എന്ന് കിട്ടും. ടേമിൽ നിന്നും പി എ കോമൺ ആയിട്ട് ഇങ്ങനെ എടുക്കുമ്പോൾ ബാക്കി എന്തുകൊണ്ട്? 0.2 സൈൻ തീറ്റ ഉണ്ട് അല്ലേ. അപ്പോൾ P × 0.2 സൈൻ തീറ്റ പ്ലസ് ഈ ഒരു ടേമിൽ നിന്നും പി എ കോമൺ ആയിട്ട് എടുക്കുമ്പോൾ കോസ് തീറ്റ മാത്രമേ ഉള്ളൂ.
പ്ലസ് കോസ് തീറ്റ അത്ര എഴുതി. ഇനി നമുക്ക് ഈ ഒരു ഇക്വേഷനിൽ നിന്നും പി എ നമുക്ക് എഴുതാമല്ലോ. എങ്ങനെ എഴുതാം? പി ഇസ് ഈക്വൽ ടു 164.9 ഡിവൈഡഡ് ബൈ 0.2 സൈൻ തീറ്റ പ്ലസ് കോസ് തീറ്റ ആണ് കേട്ടോ അല്ലേ. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് എന്തായിരുന്നു? പിയുടെ വാല്യൂ ആയിരുന്നു നമുക്ക് കണ്ടുപിടിക്കാനായിട്ടുള്ളത്. പക്ഷേ നോക്കിക്കേ, നമുക്ക് പിയുടെ വാല്യൂ കിട്ടിയോ? ഇല്ല അല്ലേ. ഇവിടെ തീറ്റയും അൺനോൺ ആണ്, പിയും അൺനോൺ ആണ്, രണ്ടും നമുക്ക് ക്വസ്റ്റിൽ തന്നിട്ടില്ല. പക്ഷെ നമുക്ക് പിയുടെ വാല്യൂ കണ്ടുപിടിച്ചാലേ പറ്റത്തുള്ളൂ. ക്വസ്റ്റിൽ പറഞ്ഞിരിക്കുന്നത് മിനിമം വാല്യൂ ഓഫ് പി ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. പിയുടെ ഏറ്റവും മിനിമം വാല്യൂ എത്ര ആണെന്നാണ് ക്വസ്റ്റിൽ നമുക്ക് കണ്ടുപിടിക്കാനായിട്ടുള്ളത്. അത് നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും? പിയുടെ വാല്യൂ മിനിമം ആവണമെന്നുണ്ടെങ്കിൽ ഈ ഡിനോമിനേറ്ററിൽ കിടക്കുന്ന നമ്മുടെ ഈ വാല്യൂ ഉണ്ടല്ലോ, ആ വാല്യൂ മാക്സിമം ആകണം. എങ്കിൽ മാത്രമേ പിയുടെ വാല്യൂ മിനിമം ആവത്തുള്ളൂ. അതായത് ഈ ഡിനോമിനേറ്റർ ടേം മാക്സിമം ആയെങ്കിൽ മാത്രമേ പിയുടെ വാല്യൂ മിനിമം ആവത്തുള്ളൂ അല്ലേ. അത് നമ്മൾ പണ്ട് മുതലേ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഞാൻ ഈ ഡിനോമിനേറ്റർ ടേമിനെ ഇങ്ങോട്ടൊന്ന് മാറ്റി എഴുതുകയാണ്. ഈ ഡിനോമിനേറ്റർ ടേമിനെ ഞാൻ വൈ എന്ന് വിളിക്കുകയാണ്. y ഇസ് ഈക്വൽ ടു 0.2 സൈൻ തീറ്റ പ്ലസ് കോസ് തീറ്റ. ഈ ഡിനോമിനേറ്റർ ടേം നമുക്ക് മാക്സിമം ആകണം. അപ്പോൾ നമ്മൾ പണ്ട് +2-ന് മാക്സിമം ആൻഡ് മിനിമം ഒക്കെ പഠിച്ചിട്ടുണ്ടല്ലേ. അതിലെങ്ങനെയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്? ആ ഒരു തിയറി നമുക്കിവിടെ അപ്ലൈ ചെയ്യാം. എന്നിട്ട് നമുക്ക് തീറ്റയുടെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാം. എങ്ങനെയായിരുന്നു അത് ചെയ്യുന്നത്? ആദ്യമേ നമ്മൾ ഈ ഒരു ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് എടുക്കണം. അതായത് dy/d കണ്ടുപിടിക്കണം. എന്നിട്ട് അത് 0-യുമായിട്ട് ഇക്വേറ്റ് ചെയ്യണം. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഇതിൽ നിന്നും തീറ്റയുടെ ഒരു വാല്യൂ കിട്ടും. അതിനുശേഷം നമ്മൾ ഈ ഫംഗ്ഷൻ്റെ സെക്കൻഡ് ഡെറിവേറ്റീവ് എടുക്കണം. അതായത് d²y/d²² എടുക്കണം. എന്നിട്ട് ആ ഒരു ഫംഗ്ഷനിൽ നമ്മൾ ഈ തീറ്റയുടെ വാല്യൂ ഇട്ട് കൊടുക്കണം. അപ്പം നമുക്ക് കിട്ടുന്ന വാല്യൂ <1 ആണെന്നുണ്ടെങ്കിൽ, അതായത് 1-നേക്കാളും ചെറിയൊരു വാല്യൂ ആണ് നമുക്കവിടെ കിട്ടുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഫംഗ്ഷൻ മാക്സിമം ആയിരിക്കും എന്നാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണത്തില്ല ഈ പറഞ്ഞ എന്താണെന്നല്ലേ. നമുക്കിവിടെ അത് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? dy/d കണ്ടുപിടിക്കണം. എന്നിട്ട് 0-യുമായിട്ട് ഇക്വേറ്റ് ചെയ്യണം. അതായത് ഇതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കണം. എങ്ങനെയാണ് ഇതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുന്നത്? dy/d കണ്ടുപിടിക്കണം. നോക്കിക്കേ, ഇതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കണം അല്ലേ. ഈ ഒരു 0.2 കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ 0.2 ഇൻറ്റു ഈ സൈൻ തീറ്റയുടെ ഡെറിവേറ്റീവ് എന്താണ്? കോസ് തീറ്റയാണ് അല്ലേ. അതെടുക്കുന്നു. പിന്നെ കോസ് തീറ്റയുടെ ഡെറിവേറ്റീവ് എന്താണ്? മൈനസ് സൈൻ തീറ്റ ആണ്. അപ്പോൾ അതും എഴുതി. ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് ഡെറിവേറ്റീവ് കണ്ടുപിടിച്ചു. അതിന് എന്തുമായിട്ട് ഇക്വേറ്റ് ചെയ്യണം എന്നാണ് പറഞ്ഞത്? 0-യുമായിട്ട് ഇക്വേറ്റ് ചെയ്യണം. ഇതിന് നമ്മൾ 0-യുമായിട്ട് ഇക്വേറ്റ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഈ സൈൻ തീറ്റ ഈക്വൽ ടു സൈൻ അപ്പുറത്തേക്ക് കൊണ്ടുപോകാമല്ലോ. അപ്പോൾ എങ്ങനെ എഴുതാൻ പറ്റും? സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു 0.2 കോസ് തീറ്റ എന്ന് എഴുതാം അല്ലേ. അപ്പോൾ ഈ കോസ് തീറ്റ നമുക്ക് ഈക്വൽ ടു സൈൻ ഇപ്പുറത്തേക്ക് കൊണ്ടുവരാം. അപ്പോൾ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ കോസ് തീറ്റ ഇസ് ഈക്വൽ ടു 0.2 എന്ന് കിട്ടും. അപ്പോൾ നോക്കി, സൈൻ തീറ്റ ബൈ കോസ് തീറ്റ എന്ന് വെച്ചാൽ എന്താണ്? ടാൻ തീറ്റയാണ് അല്ലേ. അപ്പോൾ ടാൻ തീറ്റ ഇസ് ഈക്വൽ ടു 0.2 എന്ന് കിട്ടും. ഇതിൽ നിന്ന് നമുക്ക് തീറ്റ എഴുതാമല്ലോ. എങ്ങനെയാണ്? ടാൻ ഇൻവേഴ്സ് 0.2 ചെയ്താൽ മതി, തീറ്റ കിട്ടും. അതായത് തീറ്റ ഇസ് ഈക്വൽ ടു 11.3 എന്ന് കിട്ടും. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്താണ്? d²y/d²² കണ്ടുപിടിക്കണം. അതായത് നമ്മുടെ ഈ ഫംഗ്ഷൻ്റെ സെക്കൻഡ് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കണം. ഇവിടെ നോക്കിയാൽ നമ്മൾ ഇതിൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് കണ്ടുപിടിച്ചിട്ടുണ്ടല്ലേ. അപ്പോൾ ഈ ഒരു ഫംഗ്ഷനെ ഒരു പ്രാവശ്യവും ഡെറിവേറ്റീവ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് സെക്കൻഡ് ഡെറിവേറ്റീവ് കിട്ടും. ഇതിൻ്റെ സെക്കൻഡ് ഡെറിവേറ്റീവ് നമുക്ക് എങ്ങനെ എഴുതാം? d²y/d² ഇസ് ഈക്വൽ ടു, നോക്കിയാൽ ഈ ഒരു ടേമിൻ്റെ ഡെറിവേറ്റീവ് എഴുതാം അല്ലേ. അപ്പോൾ 0.2 ഇൻറ്റു കോസ് തീറ്റയുടെ ഡെറിവേറ്റീവ് എത്രയാണ്? മൈനസ് സൈൻ തീറ്റയാണ് അല്ലേ. മൈനസ് സൈൻ തീറ്റയുടെ ഡെറിവേറ്റീവ് എത്രയാണ്? കോസ് തീറ്റയാണ് അല്ലേ. കോസ് തീറ്റ. അപ്പോൾ നമ്മൾ സെക്കൻഡ് ഡെറിവേറ്റീവും കണ്ടുപിടിച്ചു. ഇനി എന്ത് ചെയ്യണം? ഇനി നമുക്ക് ഈ തീറ്റയുടെ വാല്യൂ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കണം. അതായത് -0.2 ഇൻറ്റു സൈൻ 11.3 മൈനസ് കോസ് 11.3. അപ്പോൾ ഇതിനെ നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് -1.019 എന്ന് കിട്ടും. ഇത് മൈനസ് വാല്യൂ ആണ് അല്ലേ. മൈനസ് വാല്യൂ ആണെങ്കിൽ എന്താണ്? ഇത് <1 ആണല്ലേ. അപ്പോൾ നോക്കിയാൽ നമ്മുടെ സെക്കൻഡ് ഡെറിവേറ്റീവ് <1 ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്തു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്താണെന്നാണ് പറഞ്ഞത്? നമ്മൾ എടുത്തിരിക്കുന്ന നമ്മുടെ ഈ ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് മാക്സിമം ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്തു. അതായത് തീറ്റയുടെ വാല്യൂ 11.3 എന്ന് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ഫംഗ്ഷൻ്റെ മാക്സിമം വാല്യൂ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്.
അപ്പോൾ നമ്മളിവിടെ എന്താണ് ചെയ്തത് ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് പറയാം. നമുക്ക് വേണ്ടത് എന്താണ്? പി മിനിമം ആണ് അല്ലേ. പിയുടെ വാല്യൂ മിനിമം ആണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഡിനോമിനേറ്റർ മാക്സിമം ആണ്. അപ്പോൾ നമുക്ക് ഈ ഡിനോമിനേറ്ററിനെ y = 0.2 sin theta plus cos theta എന്ന് എഴുതി. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഇതിൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് എഴുതി, അതായത് dy/dθ എഴുതിയിട്ട് 0യുമായിട്ട് ഇക്വേറ്റ് ചെയ്തു. അതായിരുന്നു ഫസ്റ്റ് സ്റ്റെപ്പ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്തത്? ഈ ഒരു ഇക്വേഷനിൽ നമ്മൾ തീറ്റയുടെ വാല്യൂ കണ്ടുപിടിച്ചു. അതിനുശേഷം നമ്മൾ ഈ ഫംഗ്ഷൻ്റെ സെക്കൻഡ് ഡെറിവേറ്റീവ് കണ്ടുപിടിച്ചു അല്ലേ. സെക്കൻഡ് ഡെറിവേറ്റീവ് കണ്ടുപിടിച്ചതിന് ശേഷം നമ്മൾ ആ സെക്കൻഡ് ഡെറിവേറ്റീവിൽ തീറ്റയുടെ വാല്യൂ ഇട്ട് കൊടുത്തു. 11.3 ആയിരുന്നു തീറ്റയുടെ വാല്യൂ. അങ്ങനെ നമ്മൾ അതിനെ സോൾവ് ചെയ്തപ്പോൾ നമുക്ക് ആ ഒരു വാല്യൂ കിട്ടിയത് <1 എന്നാണ് കിട്ടിയത്. <1 ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എടുത്തിരിക്കുന്ന ആ ഫംഗ്ഷനില്ലേ, ആ ഫംഗ്ഷൻ മാക്സിമം ആണെന്നാണ് അർത്ഥം. അപ്പോൾ നമുക്ക് നമ്മുടെ ഈ ഇക്വേഷനിൽ നമുക്ക് തീറ്റയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് പി മിനിമം കിട്ടും. എങ്ങനെയാണ്? അതാ പി മിനിമം = 164.9 ഡിവൈഡഡ് ബൈ 0.2 ഇൻറ്റു സൈൻ തീറ്റയ്ക്ക് പകരം 11.3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു പ്ലസ് കോസ് 11.3. അങ്ങനെ ചെയ്യുമ്പോൾ പി മിനിമത്തിൻ്റെ വാല്യൂ കിട്ടുന്നത് 161.69 ന്യൂട്ടൺ എന്ന് കിട്ടും. പ്രോബ്ലംസ് ഒക്കെ നിങ്ങൾ ചെയ്ത് പഠിക്കുക. ഓരോ സ്റ്റെപ്സും മനസ്സിലാക്കി തന്നെ ചെയ്ത് പഠിക്കുക. പിന്നെന്താണ്, ഈ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ വീഡിയോസ് ഒക്കെ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.